കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാലത്തിന് മായ്ക്കാനാവാത്ത കാൽപ്പാടുകൾ ഏറെ ഇല്ലാത്ത നമുക്ക് ജീവിതം കൊണ്ട് അർപ്പണം ചെയ്ത് കാലത്തിന് അതീതരായി ജീവിക്കുന്ന മഹാരഥന്മാരുടെ ജീവിത വീഥികളിലൂടെയുള്ള ഈ യാത്ര പുതിയ തലമുറയ്ക്ക് പഠിക്കാനും പകർത്താനും ദിശാബോധം വളർത്താനും ഏറെ ഉപകരിക്കുന്നതാണ്. കള്ളമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും പിന്നീട് പറയാതിരിക്കണമെങ്കിൽ ചരിത്രമായേക്കാവുന്നവരുടെ ജീവിതം അവരിൽ നിന്ന് തന്നെ നേരിട്ടറിയേണ്ടത് അനിവാര്യമാണ്. 1951 നവംബർ 3-ാം തീയതി തിരുവല്ല താലൂക്കിൽ വെള്ളംകുളം വില്ലേജിൽ രാഘവൻ നായർ ലക്ഷ്മിക്കുട്ടിയമ്മ ദമ്പതികളുടെ മകനായി ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി 3 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് മുത്തച്ഛൻ്റെ കൈപിടിച്ച് നടന്ന കൊച്ചുകുട്ടിയോട് അദ്ദേഹം പറഞ്ഞ കഥകളിലൂടെയും വാക്കുകളിലൂടെയും കുട്ടിക്കാലത്ത് തന്നെ ഇരുത്തം വന്ന മനസ്സ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തനിക്ക് ലഭിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി വീട്ടിൽ ട്യൂഷൻ ആരംഭിച്ചു. 1970 ഞാൻ സൈന്യത്തിൽ ചേർന്നു. എത്ര വർഷം സേവനം അനുഷ്ഠിച്ചു? ഏകദേശം 14 വർഷം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടാണ് അവിടെ നിന്നും വിരമിക്കുന്നത്. ഡിഗ്രിയും PGയും ബിഎഡും നേടുന്നു. മികച്ച സൈനിക സേവനത്തിനുള്ള പ്രശംസാപത്രവും വാങ്ങുന്നു. സാറിന് മികച്ച പ്രവർത്തനത്തിന് കമന്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ സാർ? അതിന് പല കാരണങ്ങളുണ്ട്. വിക്ടോറിയസ് സർവീസിന് കമന്റേഷൻ സർട്ടിഫിക്കറ്റ് അന്നത്തെ ഡയറക്ടർ ജനറൽ തന്നിട്ടുള്ളത് ഞാൻ അനുഷ്ഠിച്ച സൈനിക സേവനത്തിനും അവിടുത്തെ സേവന മികവിനും കൂടാതെ കണ്ട് അന്ന് ഹെഡ് ക്വാർട്ടർ 8 മൗണ്ടൻ ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷൻ ഹെഡ് ക്വാർട്ടർ ഒരു ട്രൈബൽ സ്റ്റഡി അലോട്ട് ചെയ്യുകയുണ്ട്. ആ സ്റ്റഡി യഥാർത്ഥത്തിൽ യൂണിറ്റിന് കിട്ടിയ പ്രോജക്റ്റ് സൈനിക മേധാവി എന്നെ ഏൽപ്പിക്കുകയും അതനുസരിച്ച് ഞാൻ വില്ലേജിൽ പോയി നീണ്ട സമയം, അതായത് 6 മാസത്തോളം വില്ലേജിൽ കഴിയുകയും അവിടുന്ന് അവരുടെ ചരിത്രമൊക്കെ മനസ്സിലാക്കി അവരുടെ കല കായികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു ബുക്ക് എഴുതുകയും ആ റിസർച്ച് സ്റ്റഡി അത് 8 മൗണ്ടൻ ഡിവിഷനിൽ സബ്മിറ്റ് ചെയ്തു. അത് നല്ല രീതിയിൽ അംഗീകാരം ലഭിക്കുകയും ഉണ്ടായി. തനിക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് ഏറെ ഉപകരിക്കുന്നതുമായ CBSE അഥവാ സെൻട്രൽ സിലബസ് വിദ്യാഭ്യാസം തുടങ്ങാനായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കോഴിക്കോട് ആരംഭിച്ചു. സർ, എന്തുകൊണ്ടാണ് CBSE ചൂസ് ചെയ്തത്? CBSE എന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം തന്നെ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ള സിലബസാണ്. തന്നെയുമല്ല, കേരളത്തിന് പുറത്ത് ജോലിയുള്ള ആൾക്കാരുടെ കുട്ടികൾ ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് അവർക്ക് പഠിക്കുന്നതിന് ഏറ്റവും സൗകര്യപ്രദമാണ് CBSE സിലബസ്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് CBSE സിലബസ് മറ്റുള്ള സിലബസിനെ അപേക്ഷിച്ച്. ഞാൻ ശ്രീനാഥ് അഡ്വക്കേറ്റാണ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്ട് കുറച്ച് സമയം മുമ്പ് തന്നെ എനിക്ക് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിനെ അറിയാമായിരുന്നു, ഒരു എക്സ് സർവീസ് മാൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങേർക്ക് എല്ലാം ആ സ്കൂളാണ്. അയാളുടെ ഒരു ഹാർട്ട് ആൻഡ് സോൾ ആ സ്കൂളിലാണ്. അത്രയ്ക്ക് മാത്രം കമ്മിറ്റ്മെൻറ്റ്സ് ആണ് ആ വ്യക്തിക്ക് ആ സ്കൂളിനോടും ആ ട്രസ്റ്റിനോടും അവിടെ പഠിക്കുന്ന കുട്ടികളോടും. 1990 മെയ് 9-ാം തീയതി ഈസ്റ്റ് ഹില്ലിൽ ഒരു വാടക കെട്ടിടത്തിലാണ് ലിറ്റിൽ ഡാഫഡിൽ സ്കൂളിൻ്റെ തുടക്കം. അന്ന് 65 കുട്ടികളും 5 ടീച്ചേഴ്സുമായിരുന്നു സ്കൂളിലുണ്ടായിരുന്നു. 1992 ഏപ്രിലോടുകൂടി വെസ്റ്റ് ഹില്ലിലെ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയുണ്ടായി. അതിനുശേഷം 1994 സ്കൂളിന് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. സ്ഥലം വാങ്ങിക്കുന്നു. അത് എരവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഏകദേശം വെസ്റ്റ് ഹില്ലിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്താണ്. അവിടെ സ്കൂളിന് സ്വന്തമായി സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. ഈ സ്കൂളായിട്ട് ഞാൻ ചെറുപ്പം മുതലേയുള്ള ബന്ധമുണ്ട്.
സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തതാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എൻ്റെ അനിയൻ ഇവിടെ UKG-യിലാണ് ജോയിൻ ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ബാച്ച് ആയിരുന്നു 10th സ്റ്റാൻഡേർഡിന്റെ. ആക്ച്വലി സർക്കാർ സ്കൂളുകൾക്ക് മാത്രമായിട്ട് ലഭിച്ചിരുന്ന ബിൽഡിംഗ് ടാക്സ് ഇളവ് അത് എല്ലാ സ്കൂളുകൾക്കും വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്ത സാറാന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് കേരള ഗവൺമെൻറ് സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കും മാത്രമേ ബിൽഡിംഗ് ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുള്ളായിരുന്നു. ആ സമയത്താണ് ലിറ്റിൽ ഡാഫഡിൽ സ്കൂൾ എരവണ്ണൂരിന് ടാക്സ് ചുമത്തിക്കൊണ്ട് ചേളന്നൂർ പഞ്ചായത്ത് ഒരു നോട്ടീസ് തരികയും ആ നോട്ടീസ് ടാക്സ് കൊടുത്തേ മതിയാകൂ എന്ന നിർബന്ധം കാരണത്താൽ മറ്റു പോംവഴിയില്ലാതെ കണ്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി അതിന്മേൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ പെറ്റീഷൻ അനുഭാവപൂർവം പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ്റിന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച് ഞാൻ വീണ്ടും കേരള ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുകയും അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സെക്രട്ടറിയുമായിട്ട് പലതവണ എൻ്റെ അഡ്വക്കേറ്റ് മുഖാന്തരവും ഞാൻ നേരിട്ടും സംസാരിക്കുകയും ഹിയറിങ് നടത്തുകയും ചെയ്ത് ഒടുവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വാങ്ങുവാൻ സാധിച്ചു. ആ ഉത്തരവിൽ പറയുന്നത് കോഴിക്കോട് ഡാഫഡിൽസ് എന്ന സ്ഥാപനത്തിലെ രാമചന്ദ്രൻ നായർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബിൽഡിംഗ് ടാക്സിന് ഇളവ് നൽകണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുകയും ഗവൺമെൻറ് അത് പരിശോധിക്കുകയും ചെയ്യുകയുണ്ടായി. അതിന് പ്രകാരം കേരളത്തിലെ മുഴുവൻ CBSE ICSE സ്കൂളുകളെയും അവരുടെ ഹോസ്റ്റലുകളെയും കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളെയും കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നു എന്നതായിരുന്നു. ഈ പ്രദേശത്ത് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിനുശേഷം വളർന്നു വന്ന് എരവണ്ണൂർ, ചേളന്നൂർ, എരവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങി. അതും നന്നായി തന്നെ നടന്നു വരുന്നുണ്ട്. തുടങ്ങിയിട്ട് ഇന്നോളം പബ്ലിക് എക്സാമിനേഷന് 100% വിജയം മാത്രം എന്ന ഖ്യാതി സമ്പാദിച്ചു. നിരന്തരമായി ഈ സ്വകാര്യ സ്കൂളിന് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും തേടിയെത്തി. ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അതുകൂടാണ്ട് പട്ടാള സർവീസിലും അവരുടെ ആ നിലയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല എൻ്റെ ഭാര്യ ഒരു അധ്യാപികയായി കേന്ദ്രീയ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു സ്കൂൾ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഞാനിവിടെ 2008 ഈ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്ത് എത്രയോ ഫീസ് കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും സാറ് കൺസെഷൻ കൊടുത്തിട്ട് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാറുണ്ട്. കുട്ടികളെ സദാ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കൂട്ടുകെട്ടുകളും അവർ സ്കൂൾ വിട്ട് എന്ത് ചെയ്യുന്നെന്നും അവരെവിടെ പോകണമെന്ന് വരെ നിരീക്ഷിച്ച് അവരെ പിന്തുടർന്ന് പോകുന്ന സ്വഭാവക്കാരാണ്. അത് ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലും എരവണ്ണൂരിലും 34 വർഷങ്ങളായി 2 സ്കൂളുകളെയും 1000-ലധികം വിദ്യാർത്ഥികളെയും 100ഓളം ജീവനക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോവുക, വിദ്യാഭ്യാസത്തിന് പുറമെ കലാകായിക ജീവിത നൈപുണീകരണങ്ങളിലും വ്യക്തിത്വ വികസനത്തിനും പരിശീലനം നൽകുക, പ്രശസ്തിയുടെ കൊടുമുടിയിലും വിദ്യാഭ്യാസ കച്ചവടത്തിന് താൽപ്പര്യമില്ലാതെ നിരവധി കുട്ടികളെ ഫീസില്ലാതെ പഠിപ്പിക്കുക. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ കോഴിക്കോട് വേദവ്യാസ വിദ്യാലയം സന്ദർശിക്കുന്നതറിഞ്ഞ് ബന്ധപ്പെട്ടപ്പോൾ പ്രവേശനാനുമതി ലഭിച്ചിട്ടില്ല എന്നും പിന്നീട് സാറ് നേരിട്ട് കലാം സാറിന് കത്തെഴുതി സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി കണ്ടു എന്നും കേട്ടിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ വേദവ്യാസ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു. അങ്ങ് ഞങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യുകയും കുട്ടികളെ അഭിസംബോധന ചെയ്യുകയും വേണമെന്ന്
അതിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആയിരുന്നു ആ മെയിൽ. അതനുസരിച്ച് അദ്ദേഹം വിസിറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും 2003 സെപ്റ്റംബർ 25 സ്കൂൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഞാൻ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ സെക്രട്ടറി ആയിരുന്നു. വേദവ്യാസ വിദ്യാലയവും അതിൻ്റെ പ്രിൻസിപ്പളും മാനേജ്മെൻറ്റുമായിട്ട് എനിക്ക് അടുത്ത ബന്ധവുമുണ്ട്. അതനുസരിച്ച് ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു. ഞങ്ങളുടെ കുറച്ച് കുട്ടികളെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം APJയുടെ പരിപാടിയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു. അന്നേരത്ത് അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ജില്ലാ ഭരണകൂടം മറ്റുള്ള സ്കൂളുകളെ എല്ലാം തന്നെ വിലക്കുകയും സ്റ്റേറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അനുമതി ഉള്ളൂ എന്ന ഒരു തീരുമാനത്തിലും. ഇത് മനസ്സിലാക്കി ഞാൻ പ്രസിഡൻറ്റിന് ഒരു പേഴ്സണൽ മെയിൽ അയച്ചു. പ്രിൻസിപ്പൽ ലിറ്റിൽ ഡാഫഡിൽ സ്കൂൾ എന്ന പേരിലും സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിലും APJയ്ക്ക് കത്തയച്ചു. ഞങ്ങളുടെ കുറേ കുട്ടികളെ അങ്ങയുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് അനുമതി വേണം എന്ന് പറഞ്ഞ് ആ മെയിലിന് അടുത്ത ദിവസം തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി. ലിറ്റിൽ ഡാഫഡിൽ സ്കൂളിലെ 10 കുട്ടികളും പ്രിൻസിപ്പൽ രാമേന്ദ്രൻ നായരും APJ അബ്ദുൽ കലാമിനെ കാണാൻ വേണ്ടി കോഴിക്കോട് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൻ്റെ VIP ലോഞ്ചിൽ കാണാമെന്നും അതുപോലെ സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ 10 കുട്ടികളും സെക്രട്ടറിയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി VIP ലോഞ്ചിൽ അനുമതി നൽകിക്കൊണ്ട് മെയിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ 20 കുട്ടികളും ഞാനും കൂടിയാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി VIP ലോഞ്ചിൽ എത്തുകയും ആ സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം സോഫയിൽ ഒരു കോർണറിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ റൂമിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം കൂപ്പുകൈകളോടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അദ്ദേഹവുമായി കുറേ നേരം സംസാരിക്കുന്നതിന് കുട്ടികൾക്ക് അവസരം കിട്ടി. അദ്ദേഹം ഓരോ കുട്ടിയോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തായി തീരുവാനാണ് നിങ്ങളുടെ ആഗ്രഹം? എന്നിട്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം കുട്ടികളുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനോട് കൂടിയ വിസിറ്റിംഗ് കാർഡ് ഓരോ കുട്ടികൾക്കും നൽകി. ഫോട്ടോ എടുക്കുവാൻ അനുമതിയില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഞങ്ങൾക്ക് വേദവ്യാസയിൽ വിസിറ്റ് ചെയ്യുവാൻ പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാമെന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇത്രയും അടുത്ത് സംസാരിക്കുവാനും നേരിൽ കാണുവാനും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. IIM മൈൻഡ് പവർ ട്രെയിനിങ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് കോഴ്സുകളൊക്കെ ഏതൊക്കെയായിരുന്നു? അതെങ്ങനെയാണ് സാർ യൂസ്ഫുൾ ചെയ്തത്? IIM പ്രോഗ്രാം CBSEയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദുമായിട്ടുള്ള ഒരു ടൈപ്പ് ആയിരുന്നു. ആ പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമാണ് ആദ്യത്തെ ബാച്ചിൽ IIM ട്രെയിനിങ് അഹമ്മദാബാദിൽ നിന്നും ലഭിക്കുകയുണ്ടായത്. ഒരാഴ്ച ഇൻ സർവീസ് പ്രോഗ്രാം ആയിരുന്നു. സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന ടോപ്പിക്കിലായിരുന്നു ഞങ്ങളുടെ പരിശീലനം. കൂടാതെ തന്നെ ആദ്യ ബാച്ചിലെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും IIMൻ്റെ അലുമിനി ആയിട്ട് പരിഗണിക്കുകയുണ്ടായി. അതിനുശേഷം കോഴിക്കോട് IIM തുറന്നപ്പോൾ സഹോദയ സ്കൂൾ കോംപ്ലക്സിലെ പ്രിൻസിപ്പൽമാർക്ക് വേണ്ടി
സഹോദയ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അതനുസരിച്ച് കോഴിക്കോട് IIM-ൽ ഏകദേശം 40ഓളം പ്രിൻസിപ്പൾമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷവും IIM അഹമ്മദാബാദിലും അതുപോലെ IIM കോഴിക്കോടും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും IIM പോലൊരു സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ മൈൻഡ് പവർ ട്രെയിനിങ്ങിനെ പറ്റി ചോദിച്ചല്ലോ. മൈൻഡ് പവർ ട്രെയിനിങ് IIM-ലെ ആയിരുന്നില്ല. അത് മൈൻഡ് പവറിൽ പ്രശസ്തനായ ഡോക്ടർ ജിതേന്ദ്ര ആദ്യയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിലാണ്. അവിടെയാണ് ട്രെയിനിങ് ചെയ്തത്. 21 ദിവസത്തെ ഇൻ സർവീസ് പ്രോഗ്രാമായിരുന്നു അഹമ്മദാബാദിൽ വെച്ചിട്ട്. അവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. മൈൻഡ് പവറിലും മോട്ടിവേഷനിലും വളരെ ഭംഗിയായ ക്ലാസ്സുകളായിരുന്നു. അത് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങിയത്. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും തുല്യ പ്രാധാന്യം സാർ നൽകാറുണ്ട്. നമ്മളെ നോർമൽ സ്കൂളിലൊക്കെ ഇപ്പം അച്ഛനമ്മമാർക്ക് വലിയ റോളൊന്നുമില്ല, ഫീസൊക്കെ അടച്ചിട്ട് മീറ്റിങ്ങിനൊക്കെ വരിക അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ സാറിന്റെ സ്കൂളിൽ സാർ സ്പെഷ്യൽ ട്രെയിനിങ്ങും ക്ലാസ്സസും ഒക്കെ പാരൻസിനും കൊടുക്കുന്നുണ്ട്. അതൊരു ഭയങ്കര പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി എന്താണ് സാറിന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലാൻ കിട്ടിയത്? അത് തുടക്കം മുതലേ പേരൻസിനോട് പറയുമായിരുന്നു, ഇവിടെ വല്ലപ്പോഴും വന്നാൽ പോരാ, ഇവിടെ പേരൻസ് മീറ്റിംഗ് ഉണ്ടാകും. ആ പേരൻസ് മീറ്റിങ്ങിന് കമ്പൽസറിലി രക്ഷിതാക്കൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്ന് ഒരു നിബന്ധന തുടക്കം മുതലേ വെച്ചിരുന്നു. ഈ രക്ഷിതാക്കൾക്ക് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടും. അതുവഴി അത് സമൂഹത്തിന് വലിയ ഒരു ആശ്വാസമാകും. നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. CBSE സ്കൂളുകൾക്ക് ഒരു കൂട്ടായ്മ ഇല്ലാതിരുന്ന കാലത്ത് മറ്റു സ്കൂൾ പ്രിൻസിപ്പൽമാരുമായി ചേർന്ന് സഹോദയ സ്കൂൾ കോംപ്ലക്സ് കോഴിക്കോട് രൂപീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ 15 സ്കൂളുകളുമായി തുടങ്ങിയ സഹോദയ പിന്നീട് വയനാട്, മലപ്പുറം, വടകര എന്നിവിടങ്ങളിലെ 100-ൽ പരം സ്കൂളുകളുമായി സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ റീജിയൻ എന്ന പേരിൽ വിപുലീകരിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ട്രെയിനിങ്, ജില്ലാതല സംസ്ഥാനതല കലോത്സവങ്ങൾ, കായിക മത്സരം, സ്കൂളുകളുടെ ഡയറക്ടറി, സഹോദയ മാഗസിൻ, പ്രിൻസിപ്പൽമാർക്ക് ഡീലർഷിപ്പ് ട്രെയിനിങ്, വാർഷികാഘോഷമായ സഹോദയ ഡേ എന്നിവയും നടത്തുന്നു. ഇപ്പൊ ഡാഫഡിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിന്റെ വലുപ്പമല്ല, ആ ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആണ് ശരിക്കും ഞാൻ ഇവിടെ കണ്ടതുള്ളത്. സാർ ഇപ്പം ഒരുപാട് ഉയർന്ന പദവികൾ വഹിക്കുന്നുണ്ടല്ലോ. സാർ എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു? ഇതൊക്കെ സഹപ്രവർത്തകരുടെയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം, സ്കൂളിലാണെങ്കിൽ അധ്യാപകർ, മറ്റുള്ള സ്റ്റാഫ് വളരെയധികം ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് ആണ് സ്കൂളിലെ കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല ജോലികളും, ഉദാഹരണത്തിന് CBSE-യുടെ വർക്കാണെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഡ്യൂട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു പറ്റം ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. ഒരു നല്ല കുടുംബം, ഒരു നല്ല രാഷ്ട്രം, ഒരു നല്ല ലോകം എന്ന ആശയം മുന്നിൽ കണ്ട് RCS ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന പേരിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ട്രെയിനിങ്ങിനും മോട്ടിവേഷനുമായി ഒരു സ്ഥാപനം തുടങ്ങി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂള് തുടങ്ങുമ്പോൾ തന്നെ ഉപദേശക സമിതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ പ്രമുഖരായ പല വ്യക്തികളുണ്ടെന്ന് കേട്ടിട്ടു. ആരൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? യഥാർത്ഥത്തിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു
അന്ന് ഞങ്ങളുടെ ഉപദേശക സമിതിയിലുണ്ടായിരുന്നു. അതിൽ ഒന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരൻ, അതുപോലെ MP ആയിരുന്ന ശ്രീ കെ മുരളീധരൻ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, മുൻ വിദ്യാഭ്യാസ മന്ത്രിയും PSC ചെയർമാനുമായിരുന്ന PP ഉമ്മർകോയ സാഹിബ്, സാഹിത്യകാരനായിരുന്ന ശ്രീ തിക്കോടിയൻ, അന്ന് കേരളത്തിലെ 3 മെഡിക്കൽ കോളേജിലും പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടി എന്നിങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ ഉപദേശക സമിതിയിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരുപാട് സഹായങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ സ്മരിക്കുകയാണ്. സാറിന്റെ ഫാമിലിയെ പറ്റി പറയാമോ? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ ഭാര്യ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലളിത രാമചന്ദ്രൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നു. അതിനുശേഷം പ്രൊമോഷനായി പ്രിൻസിപ്പളായി ഗോവ, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം റിട്ടയർ ചെയ്തു. കോഴിക്കോട് നിന്നാണ് റിട്ടയർ ചെയ്തത്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണുള്ളത്. മൂത്ത മകൾ രമ്യ ചന്ദ്രൻ BTech NITയിൽ നിന്നും പാസ്സായി. US MS ചെയ്ത് US തന്നെ ഒരു കമ്പനിയിൽ സീനിയർ പൊസിഷനിൽ ജോലി ചെയ്തു വരുന്നു. രമ്യയുടെ ഹസ്ബൻഡും കുടുംബവും US അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു. രണ്ടാമത്തെ മകൾ LLB കഴിഞ്ഞ് കുറച്ചുനാൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലീഗൽ മാനേജറായി ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരുന്നു. മൂന്നാമത്തെ മകൾ BDS പാസ്സായി. BDSന് ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ PG ചെയ്തു. അതിനുശേഷം MBA US നിന്നും ഹെൽത്ത് മാനേജ്മെൻറ്റിൽ MBA എടുത്ത് ഇപ്പോൾ ഒരു കമ്പനിയിൽ US ജോലി ചെയ്തു വരികയാണ്. പേര് വിദ്യാചന്ദ്രൻ. വിദ്യാചന്ദ്രൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യും. Commendation Certificate for Meritorious Service from the Director General, Assam Rifles. Swami Vivekananda Award for Value Education from Central Board of Secondary Education, Delhi. Jawaharlal Nehru Award for Excellence in Education from Nehru Peace Foundation. മേഘാലയ ഗവർണറിൽ നിന്നും പ്രൈവറ്റ് സ്കൂൾ ആൻഡ് ചിൽഡ്രൻസ് വെൽഫെയർ അസോസിയേഷന്റെ നാഷണൽ എഡ്യൂക്കേഷൻ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. സ്കൂളും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാമേന്ദ്രൻ നായരുടെ ഫുൾ കഴിവും കാര്യങ്ങളും ആ സ്കൂളിലേക്ക് അങ്ങനെ അത്രയ്ക്ക് മാത്രം ഇൻപുട്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളും നമുക്കൊരു ഹാപ്പിയാണ് നമ്മളും കേൾക്കുമ്പോൾ. പല സ്ഥലത്തുനിന്നും എല്ലാവരും ഡാഫോഡിൽ സ്കൂള് നന്നായി പോകുന്നുണ്ട്. അവിടുത്തെ പല കുട്ടികളും അഡ്വക്കേറ്റ്സായി എൻറോൾ ചെയ്തിട്ട് അവരുമായിട്ടും ഇടപഴകാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അവർക്കൊക്കെ വളരെ ഹൈ റെപ്യൂട്ടേഷനാണ് രാമേന്ദ്രൻ നായരെ പറ്റിയിട്ട്. ഫസ്റ്റ് ബാച്ച് മുതൽ ഇത്ര വർഷമായിട്ടും 100% വിജയമാണ് ഈ സ്കൂളിന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അനിയൻ 2003 പാസ് ഔട്ട്. ശ്യാം സാഗർ എന്നാണ് പേര്. ഇന്ത്യൻ നേവിയിലെ കമാൻഡറാണ്. CBSEയുടെ പേപ്പർ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ഹെഡ് എക്സാമിനർ, CNS അഥവാ ചീഫ് നോഡൽ സൂപ്രണ്ടന്റ്, സബ്ജക്ട് എക്സ്പേർട്ട് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തീരുമാനപ്രകാരം CBSEയുടെ ഭാഗമായി ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെ AIEEE കോഴിക്കോട് ജില്ലയുടെ സിറ്റി കോർഡിനേറ്റർ തുടങ്ങി പദവികളും വഹിച്ചിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA വേണ്ടി നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, NET നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, JNUEE ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, JIPMAT ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്, CSIR കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, AISSEE ഓൾ ഇന്ത്യ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം, NCET നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ICAR CSIR തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിന്റെ സിറ്റി കോർഡിനേറ്റർ പദവിയും വഹിച്ചു വരുന്നു. HRPF
അഥവാ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം അതിൻ്റെ നാഷണൽ ചെയർമാനായും സേവനം ചെയ്തു വരുന്നു. ഡയറക്ടർ ജനറൽ അസം റൈഫിൾസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ അസം റൈഫിൾസ് എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെ കോഴിക്കോട് സെന്റർ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. സാറിന്റെ ഈ തിരക്കുകളൊക്കെ കുടുംബജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? എക്കാലവും എൻ്റെ ഭാര്യയും മക്കളും സ്കൂളുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് അതുപോലെ തന്നെ എൻ്റെ പൊതുപ്രവർത്തനത്തിന് എന്നും എനിക്ക് സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഒരു അധ്യാപിക കൂടി ആയതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ്. ഞങ്ങൾ രണ്ടുപേരും തിരുവല്ലക്കാരാണ്. 1981 സെപ്റ്റംബർ 14 ഞങ്ങൾ വിവാഹിതരായി. അന്ന് ചേട്ടൻ സർവീസിലായിരുന്നു. പിന്നീട് ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായി. കോയമ്പത്തൂർ പോയി അവിടെ നിന്ന് പിന്നെ കോഴിക്കോട് വന്നു. അപ്പോഴേക്കും ചേട്ടൻ സർവീസിൽ നിന്ന് പിരിഞ്ഞ് കോഴിക്കോട്ടെത്തി സ്വന്തമായി ഒരു സ്കൂള് തുടങ്ങി. കുട്ടികൾ 3 പേരും കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. കുട്ടികൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ചായി. സർവീസിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ 2 പേരും കൂടി ആണ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും നോക്കിയിരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആരോഗ്യമുള്ള 3 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവർക്കൊരു വിഷമവും ഉണ്ടായില്ല. മറ്റേ ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലുള്ള ഒരു പ്രശ്നങ്ങളും മക്കൾക്ക് ഉണ്ടായിട്ടില്ല. ആരും ഞങ്ങൾ 2 പേരും എന്നും അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠനം ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് പോലെയുള്ള ചില ബുക്സ് സാർ തന്നെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ അധ്യാപകരെ കൊണ്ട് അതിൻ്റെ നോട്ട് എഴുതിക്കുകയും അത് പബ്ലിഷ് ചെയ്ത് എല്ലാ മാസവും പബ്ലിഷ് ചെയ്ത് കുട്ടികൾക്കതൊരു വലിയ അനുഗ്രഹമായിരുന്നു. 12ാം ക്ലാസ് വരെ അതും രജിസ്ട്രാർ ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഇത് പബ്ലിഷ് ചെയ്തത്. അതിന് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി റാങ്ക് ഫയൽ എന്ന ഒരു പഠന സഹായി പ്രത്യേകമായി തയ്യാറാക്കി കുട്ടികൾക്ക് വിതരണം ചെയ്തു. എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് ഒരു പുസ്തകത്തിൽ ആക്കിക്കൊണ്ട് അതിനെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും വളരെയധികം പ്രാധാന്യം നൽകി സ്വീകരിക്കുകയും അത് കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യുകയുണ്ടായി. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി മലയാളം ഗ്രാമർ പബ്ലിഷ് ചെയ്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിൽ കുട്ടികളുടെ മാഗസിൻ്റെ അഭാവം മനസ്സിലാക്കി അവർക്ക് വേണ്ടി എല്ലാ മാസവും കുട്ടികളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു ഇംഗ്ലീഷ് മാഗസിൻ പുറത്തിറങ്ങി. അതിൻ്റെ പേരായിരുന്നു ചിൽഡ്രൻസ് ചോയ്സ്. ഈ ചിൽഡ്രൻസ് ചോയ്സിൻ്റെ ചീഫ് എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൊച്ചുമകനായ കെ രാമകൃഷ്ണൻ അവറുകളായിരുന്നു. അദ്ദേഹം യങ് വേൾഡ്, ചിൽഡ്രൻസ് വേൾഡ് എന്ന വിവിധ പബ്ലിക്കേഷനിലെ എഡിറ്ററായിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട്ട് ചിൽഡ്രൻസ് ചോയ്സിൻ്റെ ചീഫ് എഡിറ്ററായി ചാർജ് എടുത്തത്. ഉന്നത ശ്രേണിയിലുള്ള ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സൈനിക ഉദ്യോഗസ്ഥന്മാരെയും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെയും ശാസ്ത്രജ്ഞരെയും അധ്യാപകരെയും വാർത്തെടുത്ത് ലോകത്തിന് സമ്മാനിക്കുക CBSEയും മറ്റു എഡ്യൂക്കേഷനിലെ ഏജൻസികളും സംഘടിപ്പിച്ച 21 നാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസുകളിലും 7 ഇന്റർനാഷണൽ കോൺഫറൻസുകളിലും പങ്കെടുത്തു. USA, UK, ജപ്പാൻ, ഇന്തോനേഷ്യ, നേപ്പാൾ, UAE തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇനി സാറിന് എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പദ്ധതികൾ, പ്ലാൻസ്, അതിനെ പറ്റി ഒന്ന് പറയാമോ? നാഗാലാൻഡിലെ ഒരു ട്രൈബൽ വിഭാഗത്തിനെ പറ്റി നടത്തിയ സോഷ്യോ ആന്ത്രോപോളജിക്കൽ റിസർച്ച് സ്റ്റഡി അതൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായിട്ട് നേരത്തെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരുപാട് ക്ലാസ്സുകൾ
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഒരുപാട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ലെസൺസ് അത് ഡിജിറ്റലായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നും താല്പര്യമുണ്ട്. കഴിവുള്ള കുട്ടികളെ പ്രാപ്തരാക്കാനും അവർക്ക് കലയുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുവാനുമായി കുട്ടികളെയും അധ്യാപകരെയും ഉൾക്കൊള്ളിച്ച് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളോടൊപ്പം ഈ ബന്ധം സൂപ്പറ എന്ന സിനിമ നിർമ്മിക്കുകയുണ്ടായി ഇദ്ദേഹം. വരാൻ പോകുന്ന എല്ലാ പ്ലാൻസിനും ആശംസകൾ. ഇത്രയും നേരം ഞങ്ങളോടുകൂടി സമയം ചെലവഴിച്ചതിന് നന്ദി. ഒരു വ്യക്തിക്ക് അസാധ്യമെന്ന് കരുതുന്നതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് അപൂർവത കൈവരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം. നിശ്ചയദാർഢ്യവും ഉദ്ദേശശുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് ഇദ്ദേഹം വളർന്നു വരുന്ന തലമുറയ്ക്ക് സന്ദേശവും മാതൃകയുമാവുന്നു. തനിക്ക് ഇനിയും പലതും ചെയ്തു തീർക്കാനുണ്ടെന്ന ബോധത്തോടെ ഇപ്പോഴും കർമ്മനിരതനായിരിക്കുന്നു. അതാണ് എൻ രാമചന്ദ്രൻ നായർ.